ഞങ്ങൾ CA ഫൈനൽ എക്സാം ഹാളിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ ബെഞ്ച് മേറ്റ് ആയിരുന്നു ചേട്ടൻ. ജസ്റ്റ് സംസാരിച്ച് ഫ്രണ്ട്സായി, ബെസ്റ്റ് ഫ്രണ്ട്സായി, പിന്നെ ഇങ്ങനെയായി. ഞങ്ങൾ എപ്പോൾ കണ്ടാലും ആദ്യം ഗ്രീറ്റ് ചെയ്യില്ലേ, ഇപ്പോൾ വീഡിയോ കോളാണ്. ഞങ്ങളൊരു സ്റ്റിക്കർ ഉണ്ട്, ഞങ്ങൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം പെട്ടെന്നായി പോയുണ്ട്. മൊത്തത്തിലൊരു എക്സൈറ്റ്മെന്റും ഉണ്ട്, എന്നാൽ കുറച്ച് പേടിയും എല്ലാം കൂടെ ആയിട്ട് ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. വീട്ടില് എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയില്ലായിരുന്നു, പക്ഷെ പറഞ്ഞപ്പോ തന്നെ ഒരു സമ്മതിച്ചു. അതാണ് മൊത്തത്തില്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടായതാണോ അവർക്കൊട്ടായതാണോ? വളരെ ഭയങ്കര ഒരു ഇന്നസെന്റ് ആളാണ്. അത് നമ്മൾ പറയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ്. ചേച്ചി ഭയങ്കര ഇന്നസെന്റ് ആണ്, ഭയങ്കര പാവമാണ്. ഞങ്ങൾ നേരത്തെ ഞാനും ചേച്ചിയും മാത്രമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരാളും കൂടി എക്സ്ട്രാ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നേക്കുവാണ്. ഞങ്ങൾ 3 പേരും അടിപൊളിയാണ്. ഞങ്ങൾക്ക് എല്ലാത്തിനും ചേട്ടൻ എന്നെ കൂട്ടുകയും ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരോടൊപ്പം എല്ലായിടത്തും പോകാനും എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കാര്യത്തിലും അടിപൊളിയാണ്. സന്തോഷമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. പൊളിക്ക്. നമ്മുടെ ശാലിനിയുടെയും ശാന്തനുവിൻ്റെയും വിവാഹ നിശ്ചയ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം. ചേച്ചിക്ക് ആ പറ്റുന്ന രീതിയിലുള്ള ഒരു കമ്പനീനെയാണ് കിട്ടിയേക്കണത്. ബെസ്റ്റ് പാർട്ട്ണറാണെന്ന് എനിക്ക് തോന്നിയേക്കണം. അവർ രണ്ടുപേരും അടിപൊളിയാണ്. കാണാനും അതെ, എല്ലാം കൊണ്ടും അതെ, അടിപൊളിയാണ്. അവർ തമ്മിൽ അടിപൊളി സിങ്കാണ്. അടിപൊളിയായിട്ട് വെക്കോളും. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങിയുള്ളൂ. പിന്നെ നല്ല ക്ലോസ് ആയി കഴിഞ്ഞപ്പോൾ കുറേ ക്വാളിറ്റീസ് ഒക്കെ, എനിക്ക് കുറേ കൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു. അല്ല, പക്ഷെ അതിനകത്ത് കുറേ ക്വാളിറ്റീസ് ഒക്കെ എനിക്ക് നല്ല ഉള്ള ഒരാളാണെന്ന് തോന്നി. ബോറടിക്കാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഞാൻ ആകെ അന്വേഷിച്ചിരുന്നിരുന്ന ഒരു ക്വാളിറ്റി അതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് പാർട്ട്ണറാണ്. പൊക്കി പറയണമെന്ന് എനിക്കത്, പക്ഷേ അത് കൊള്ളാം. എന്തായാലും ഇപ്പോൾ എൻഗേജ്മെൻ്റ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ചേച്ചിക്കും ചേട്ടനും ഓൾ ദ ബെസ്റ്റ്. എല്ലാ ഭാവിയിലേക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. അടിപൊളിയായിട്ട് ലൈഫ് കൊണ്ടുപോട്ടെ. കൂട്ടത്തിൽ ഞാനും ഉണ്ടാവും. എന്നെ ഒരു ശല്യമായി കാണരുതെന്ന് മാത്രമേ പറയാനുള്ളൂ.